ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ദൈവം മോശ മുഖാന്തരം ഇസ്രായേലിന് നൽകിയ ന്യായപ്രമാണവും യേശുക്രിസ്തു മുഖാന്തരം സകല മാനവജാതിക്ക് നൽകിയ ന്യായപ്രമാണവും. അങ്ങനെ രണ്ട് ന്യായപ്രമാണമുണ്ട് എന്ന് വേദപുസ്തകം നമ്മളോട് പറയുകയാണ്. അതായത് ദൈവം ഇസ്രായേലിന് വേണ്ടി മാത്രം നൽകിയ ന്യായപ്രമാണം മോശ വഴി നൽകിയതാണ്. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം നൽകിയ ന്യായപ്രമാണം അല്ലെങ്കിൽ പുതിയ നിയമം അത് സകല മാനവജാതിക്കും വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ന്യായപ്രമാണം മോശ വഴി നൽകിയ ന്യായപ്രമാണവും ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണവും, ഗലാത്യ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണവും മോശയുടെ ന്യായപ്രമാണവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അനേക വിശ്വാസികൾക്കും അറിയില്ല എന്നുള്ളതാണ് പരമാർത്ഥമായ കാര്യം. അപ്പോൾ അതുകൊണ്ട് അതിനെ വിശദമായി പറയണമെങ്കിൽ ഒരുപാട് സമയം വേണം. അങ്ങനെ ഞാനിപ്പോൾ ആ കാര്യത്തിന് വേണ്ടി സമയം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം അതിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് ചില പ്രധാന കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ യഹൂദന്മാരോട് പറഞ്ഞ കാര്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 39-40 വാക്യങ്ങളാണ്. അവിടെ 39-ൽ യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു യഹൂദന്മാരോട് പറയുന്നത് ഇങ്ങനെയാണ്: തിരുവെഴുത്തുകളെ, യേശുക്രിസ്തുവിൻ്റെ കാലത്തുള്ള തിരുവെഴുത്തെന്ന് പറയുന്നത് പുതിയ നിയമം അല്ലാത്ത പഴയ നിയമ പുസ്തകങ്ങളെ എല്ലാം കൂടിയാണ് തിരുവെഴുത്തെന്ന് പറയുന്നത്. അതിനകത്ത് ന്യായപ്രമാണം, പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ, ഇങ്ങനെ എല്ലാ പുസ്തകങ്ങളും കൂടെ ഉൾപ്പെട്ട ആ ഒരു പഴയ നിയമ പുസ്തകങ്ങളെയാണ് തിരുവെഴുത്ത് എന്ന് യേശുക്രിസ്തു പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു യഹൂദന്മാരോട് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു, എന്നാൽ അവ എനിക്ക് സാക്ഷ്യം പറയുന്നു, ആ ജീവൻ പ്രാപിക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു പറയുന്നതിൻ്റെ സാരം ഇതാണ്: ന്യായപ്രമാണം മോശ വഴി നൽകിയ ന്യായപ്രമാണമാണ്. ആ ന്യായപ്രമാണം നൽകിയ മോശയെ യഹൂദന്മാർ വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് അവർ യേശുവിനെയും വിശ്വസിക്കാത്തതെന്ന് യേശുക്രിസ്തു തന്നെ പറയുകയുണ്ടായി. അതിൻ്റെ യോഹന്നാൻ 5:46 വാക്യം: നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തു പറയുന്നത് മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ യേശുക്രിസ്തുവിനെയും വിശ്വസിക്കുമായിരുന്നു എന്നാണ്. കാരണം മോശയുടെ ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ മോശയുടെ പുസ്തകങ്ങളിൽ മോശ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. അപ്പം മോശയുടെ പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് മോശയെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ എന്നെ വിശ്വസിക്കും എന്നാണ് യേശു ചോദിച്ചത്. അപ്പോൾ മോശയുടെ പുസ്തകത്തിൽ മോശ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയോ? ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 15-18 വാക്യങ്ങളിൽ മോശ എഴുതിയിരിക്കുന്നത്, ഇസ്രായേലിനോട് മോശ പറയുന്നത് ഇങ്ങനെയാണ്: എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ മധ്യേ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും, അവൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കണം. ഇതാണ് മോശ എഴുതിയത്.
ആ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, മോശ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ മോശയെപ്പോലെ ഒരു പ്രവാചകനെ ഇസ്രായേലിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, അവൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കണമെന്നാണ് മോശ ഇസ്രായേലിനോട് പറഞ്ഞത്. അതുകൊണ്ട് ആ ഇസ്രായേൽ മോശയെ വിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ മോശ പറഞ്ഞ ആ വ്യക്തി, ആ പ്രവാചകനായ ആ യേശുക്രിസ്തു ഇസ്രായേലിൽ വന്നപ്പോൾ യേശുവിനെയും അവർ വിശ്വസിച്ചില്ല. അതാണ് യേശു പറഞ്ഞ്, മോശയെ നിങ്ങൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, അവൻ്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം അവൻ എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം മോശയുടെ പുസ്തകങ്ങളിൽ അഥവാ തിരുവെഴുത്തുകളിൽ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തിരുവെഴുത്തുകളിൽ നിത്യജീവൻ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് തിരുവെഴുത്തുകളെ പരിശോധിക്കുന്ന യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ പരിശോധിക്കുന്ന തിരുവെഴുത്തുകളിൽ നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുണ്ട്, പക്ഷേ ആ തിരുവെഴുത്തുകൾ എന്നെക്കുറിച്ചാണ് സാക്ഷ്യം പറയുന്നത്. കാരണം എന്താണെന്നറിയോ? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. 1:4 അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. യോഹന്നാൻ പറയുന്നത് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അപ്പം ന്യായപ്രമാണം നിത്യജീവനുണ്ട് എന്ന് കരുതി ന്യായപ്രമാണം പരിശോധിക്കുന്ന യഹൂദന്മാരോട് പറയുന്നത്, ന്യായപ്രമാണം സാക്ഷ്യം പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്, ആ പറയുന്ന വ്യക്തിയിലാണ് ജീവൻ ഇരിക്കുന്നത്. അതാണ് ന്യായപ്രമാണം പറഞ്ഞത്. ന്യായപ്രമാണത്തിൽ ജീവനില്ല, അതാരെയും ജീവിപ്പിക്കുന്നുമില്ല. ന്യായപ്രമാണം കുറേ കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന കുറേ കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നതല്ലാതെ ന്യായപ്രമാണം നമുക്കൊന്നും തരുന്നില്ല. ന്യായപ്രമാണം നമുക്ക് ജീവൻ തരുന്നില്ല. ന്യായപ്രമാണം നമ്മെ ജീവിപ്പിക്കുന്നില്ല. അപ്പോൾ ന്യായപ്രമാണം നമ്മെ ജീവിപ്പിക്കാതിരിക്കുകയും എന്നാൽ ന്യായപ്രമാണം ജീവനുള്ളവനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞ്, ആ തിരുവെഴുത്തുകൾ എനിക്ക് സാക്ഷ്യം പറയുന്നു, ആ തിരുവെഴുത്ത് പറയുന്ന സാക്ഷ്യം അനുസരിച്ച് ജീവൻ പ്രാപിക്കാൻ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് എന്തിനാണെന്ന് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഗലാത്യർ 5:1. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയാണ്? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇവിടെ ഗലാത്യരോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, യേശുക്രിസ്തു അടിമനുഖത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കി എന്നാണ്. ഈ അടിമനുഖം എന്ന് പറയുന്നത് ന്യായപ്രമാണമാണെന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അവിടെ പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്, നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കുവാൻ കഴിയാത്തതായ നുകം ശിഷ്യന്മാരുടെ തോളിൽ നമ്മൾ വെക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിയാത്ത നുകം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ അടിമനുഖമാണ്. അതായത് ന്യായപ്രമാണം മനുഷ്യനെ പാപത്തിൽ അടച്ചു കളയുകയാണ്. അവൻ പാപിയാണെന്ന് ബോധ്യം വരുത്തിക്കൊണ്ട് അവനെ പാപത്തിൽ തളച്ചിടുകയാണ്, ആ നുഖത്തിൻ്റെ കീഴിലാക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു ആ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ആ ന്യായപ്രമാണം നമ്മെ അടച്ചിടുന്ന പാപത്തിൽ നിന്ന്, അടച്ച് സൂക്ഷിച്ചിരുന്ന പാപത്തിൻ്റെ അടിമനുഖത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അതുകൊണ്ട് നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കണം, ആ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അടിമനുഖം എന്ന് പറയുന്നത് ന്യായപ്രമാണമാണെന്ന് പല ആവർത്തി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ന്യായപ്രമാണം എന്ന അടിമത്തത്തിൽ നിന്ന് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയത് എങ്ങനെയാണെന്നറിയാമോ? കൃപ കൊണ്ടാണ്. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നപ്പോൾ
കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അപ്പോൾ ആ യേശുക്രിസ്തു കൃപ കൊണ്ടുവന്നപ്പോഴാണ്, ആ കൃപയാലാണ് നമുക്ക് വിശ്വാസം ലഭിച്ചത്. അങ്ങനെ കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു കൃപ കൊണ്ടുവരുന്നതിന് മുമ്പ് ജനത്തെ നിയന്ത്രിക്കാനായി നൽകിയ ന്യായപ്രമാണം നമുക്കൊരു നന്മയും തരുന്നില്ല എന്നുള്ളതാണ്, ഒരു രക്ഷയും തരുന്നില്ല എന്നുള്ളതാണ്, ഒരു ജീവനും തരുന്നില്ല എന്നുള്ളതാണ്. ന്യായപ്രമാണം കൊണ്ട് ഒരു മനുഷ്യനും ജീവൻ ലഭിക്കുകയില്ല എന്ന് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. കാരണം അതിൽ ജീവനില്ല. പക്ഷെ ആ ന്യായപ്രമാണം ജീവൻ ഉള്ളവനെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ആ ജീവനുള്ളവനിൽ നിന്ന് നമുക്ക് ജീവൻ ലഭിക്കുവാൻ വേണ്ടി അവൻ കൃപയും സത്യവുമായി വന്നു. ആ കൃപ നമ്മളെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് എഫെസ്യരോട് പൗലോസ് പറഞ്ഞേ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുവാനുള്ള കാരണം കൃപയാണ്. ആ കൃപ കൊണ്ടുവന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് നാം കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാൽ ന്യായപ്രമാണം മുഖാന്തരം രക്ഷിക്കപ്പെടുകയല്ല, കൃപയാൽ യേശുക്രിസ്തു മുഖാന്തരം രക്ഷിക്കപ്പെടുകയാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഗലാത്യ ലേഖനം 5:4 പറയുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന വ്യക്തി ക്രിസ്തുവിനോട് വേർപെട്ടുപോയി എന്നാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? യേശുക്രിസ്തു കൃപയും കൊണ്ട് വന്നു. ആ കൃപ നമുക്ക് വിശ്വാസം പകർന്നു. ആ വിശ്വാസത്താൽ, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ രക്ഷിക്കപ്പെട്ട നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പറയാത്ത, പ്രവൃത്തികളെക്കുറിച്ച് മാത്രം പറയുന്ന ന്യായപ്രമാണം അനുസരിച്ച് വീണ്ടും നീതീകരിക്കപ്പെടുവാൻ വേണ്ടി ആ അടിമനുഖത്തിലേക്ക് വീണ്ടും നമ്മൾ പോവുകയാണെങ്കിൽ ക്രിസ്തുവുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. ക്രിസ്തുവിൻ്റെ കൃപയിൽ നിന്ന് വീണും പോകും, ക്രിസ്തുവിൽ നിന്ന് വേറിട്ടും പോകും എന്ന് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യരോട് പറയുകയാണ്. അപ്പം നമുക്ക് ഒരു നന്മയും തരാത്ത, നമുക്ക് ജീവൻ തരാത്ത, നമ്മെ ജീവിപ്പിക്കാത്ത ന്യായപ്രമാണത്തിൻ്റെ ജഡീകമായ പ്രവൃത്തികളിൽ നമ്മൾ വീണ്ടും അധപ്പതിച്ചു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുടുങ്ങിപ്പോവുകയാണെങ്കിൽ, നമുക്ക് കൃപയായിട്ടോ ക്രിസ്തുവായിട്ടോ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ഈ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പം ഞാൻ ഈ റോമാലേഖനം 5:1 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മുഖാന്തരം നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാം നിൽക്കുന്ന കൃപയിലേക്ക്, യേശുക്രിസ്തു കൃപയും കൊണ്ട് വന്നു. ആ കൃപ നമ്മളെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം വിശ്വാസം പകർന്ന് നമ്മൾ യേശുവിൽ വിശ്വസിച്ചു. അതുകൊണ്ട് നാം ഇപ്പോൾ നിൽക്കുന്നത് കൃപയിലാണ് എന്ന് റോമർ 5:1 പറയുന്നു. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് റോമാലേഖനം 6:14 പറയുന്നത്, നാം ഇപ്പോൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നമ്മളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അപ്പം ന്യായപ്രമാണത്തിൻ്റെ കീഴിലായിരിക്കുന്ന ജനത്തിൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നത് പാപമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോശയുടെ ന്യായപ്രമാണം എപ്പോഴും ജനം പാപിയാണെന്ന് പറയുന്നതല്ലാതെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. പാപത്തെ മോചിച്ച് അതിക്രമം കൊണ്ടും പാപം കൊണ്ടും മരിച്ചവന് ജീവൻ കൊടുക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. അപ്പോൾ അതിക്രമം കൊണ്ടും പാപം കൊണ്ടും മരിച്ചവനെ ജീവിപ്പിക്കുവാൻ വന്നവൻ, ജീവനുമായി വന്നവൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ ജീവൻ പ്രാപിക്കുവാനായി നമ്മളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് യേശുക്രിസ്തുവിൻ്റെ കൃപയാണ്. അതുകൊണ്ട് കൃപയാൽ നമ്മൾ വിശ്വാസം ഉണ്ടായി. ആ വിശ്വാസം ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട നമ്മളെ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിന്ന് കൃപയുടെ കീഴിലാക്കി. അതുകൊണ്ടാണ് റോമരോട് പൗലോസ് പറഞ്ഞ്, നാം ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ, അതായത് ന്യായപ്രമാണത്തിൽ നിന്ന്
കൃപയുടെ കീഴിൽ കൊണ്ടുവന്ന് കൃപയിൽ നിർത്തിയേക്കുവാണ്. അപ്പോൾ കൃപയിൽ നിർത്തിയിരിക്കുന്ന വ്യക്തി വീണ്ടും ന്യായപ്രമാണത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ക്രിസ്തുവായിട്ടോ ക്രിസ്തുവിൻ്റെ കൃപയായിട്ടോ യാതൊരു ബന്ധവും ഇല്ല എന്ന് ഗലാത്യലേഖനം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ന്യായപ്രമാണത്തിലേക്ക് പോയാൽ, അതിൽ കുടുങ്ങിപ്പോയാൽ പിന്നെ ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്തതിൻ്റെ കാരണം? പ്രിയ സഹോദരന്മാരെ, ഞാൻ ഇങ്ങനെ പറയാം, ന്യായപ്രമാണം അനുസരിക്കുവാൻ പറയുന്നതെല്ലാം പുറമേയുള്ള ബാഹ്യമായ ജഡത്തിൻ കൊണ്ട് ചെയ്യാവുന്ന പ്രവൃത്തികൾ മാത്രമാണ്. എന്നാൽ ഹൃദയം കൊണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ സംഭവിക്കേണ്ട വിശ്വാസം നൽകുന്നത് ന്യായപ്രമാണമല്ല. ന്യായപ്രമാണത്തിന് വിശ്വാസം നൽകുവാനായിട്ട് കഴിയില്ല. വിശ്വാസം നൽകുന്നത് കൃപയാണ്. അപ്പോൾ കൃപ കൊണ്ട് നമ്മൾ വിശ്വാസികളായി കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് എന്നറിയോ? ന്യായപ്രമാണം തരാത്ത പല കാര്യങ്ങളും യേശുക്രിസ്തു നമുക്ക് തരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ന്യായപ്രമാണം അനുസരിക്കുന്നവരാരും ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള അധികാരം ദൈവം കൊടുത്തില്ല. ന്യായപ്രമാണം അനുസരിക്കുന്നവരെല്ലാം ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു എന്ന് വേദപുസ്തകത്തിൽ എങ്ങും നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അപ്പോൾ ന്യായപ്രമാണത്തിന് നമ്മെ ദൈവമക്കളാക്കുവാൻ കഴിയത്തില്ല. ആ ന്യായപ്രമാണം അനുസരിക്കുന്ന ആരും ദൈവത്തിൻ്റെ മക്കളെന്നല്ല വിളിക്കുന്നത്, അവർ ദൈവത്തിൻ്റെ ജനം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ന്യായപ്രമാണത്തിന് നമുക്ക് ആത്മാവിനെ തരാൻ കഴിഞ്ഞില്ല. അതായത് ന്യായപ്രമാണം അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇപ്പോൾ ചെയ്തത് പാവമാണ്, അങ്ങനെ ചെയ്താൽ പാവമാണെന്ന് പറഞ്ഞ് നമ്മളെ പാപിയാണെന്ന് കാണിക്കുവാനും നാം ചെയ്യുന്ന പാപത്തിൻ്റെ കാഠിന്യം എന്താണെന്നും അതിൻ്റെ ശിക്ഷ മരണമാണെന്നും പറയുന്ന ഒരു പണി മാത്രമേ ന്യായപ്രമാണത്തിനുള്ളൂ. അപ്പം ന്യായപ്രമാണം നമ്മളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നീ പാപം ചെയ്തു, ആ പാപത്തിൻ്റെ ശിക്ഷ മരണമാണെന്ന് ന്യായപ്രമാണം നമ്മെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ടാണ് പൗലോസ് റോമരോട് പറഞ്ഞത് അത് മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രമാണമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് പറയുന്നത് നീ പാവിയാണ്, അതിൻ്റെ ശിക്ഷ മരണമാണ് എന്നിങ്ങനെ എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും ഈ ന്യായപ്രമാണം. അതുകൊണ്ട് ന്യായപ്രമാണം നമുക്ക് അനുസരിക്കുവാനുള്ള ആത്മാവിനെ തന്നില്ല എന്നുള്ളതാണ്. എന്നാൽ കൃപയാൽ നമുക്ക് യേശുവിൽ വിശ്വസിക്കുവാനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ ദൈവത്തിൻ്റെ മക്കളായി ദൈവം അംഗീകരിക്കുവാനും ഇടയായി എന്നുള്ളതാണ്. അതിനുശേഷം ക്രിസ്തു നമുക്ക് നൽകിയത് എന്താണെന്നറിയോ? ഈ ക്രിസ്തുവിൻ്റെ കൃപ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുവാൻ ക്രിസ്തു നമുക്ക് ആത്മാവിനെ തന്നു എന്നുള്ളതാണ്. ന്യായപ്രമാണം നമുക്ക് ആത്മാവിനെ തന്നില്ല, എന്നാൽ ക്രിസ്തു നമുക്ക് ആത്മാവിനെ തന്നിരിക്കുകയാണ്. അപ്പോൾ ആ ആത്മാവിനെ അനുസരിച്ച് നമുക്ക് നടക്കാനായിട്ട് കഴിയും. അപ്പം നാം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അനുസരിക്കാൻ നമ്മുടെ ജഡം കൊണ്ട് സാധ്യമല്ലാത്തത് കൊണ്ട് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുവാനായി ക്രിസ്തു നമുക്ക് ആത്മാവിനെ പകർന്നു തന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൃപയും ക്രിസ്തുവിൻ്റെ ആത്മാവും നമുക്കുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം 5-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല, എന്നാൽ മോശയുടെ കൽപ്പനകളെല്ലാം ഭാരമുള്ളതാണ്. കാരണം അത് ജഡം കൊണ്ട് നിവർത്തിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അത് ഭാരമുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മളെ അടിമകളാക്കുന്നത് കൊണ്ടാണ് അതിനെ അടിമനുഖം എന്ന് പറയുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. എന്തുകൊണ്ടാണ് ഭാരമുള്ളതല്ലാത്തതെന്നറിയാവോ? ഈ കൽപ്പനകൾ തന്ന ആ യേശുക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം തന്ന ആ ക്രിസ്തു തന്നെ നമുക്ക് കൃപയും തന്നു ആത്മാവും തന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവി തന്നത് യേശുക്രിസ്തുവിൻ്റെ ന്യായപ്രമാണമാണ്, യേശുക്രിസ്തുവിൻ്റെ കൃപയാണ്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ തക്കവണ്ണം നമ്മളെ പ്രാപ്തരാക്കിയത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാണ്, യേശുക്രിസ്തുവിൻ്റെ ആത്മാവാണ്.
അപ്പോൾ അതുകൊണ്ട് മോശ വഴി നൽകിയ ന്യായപ്രമാണം യേശുക്രിസ്തുവിൽ ജീവനുണ്ടെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് തരുന്നതല്ലാതെ ആ ന്യായപ്രമാണം നമുക്ക് ഒരു നന്മയും തരുന്നില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു അടിമനുഖത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കി കൃപയിൽ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ കൃപയിൽ നിൽക്കുന്ന വിശ്വാസികൾ, എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളെല്ലാവരും കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്, ന്യായപ്രമാണത്താൽ രക്ഷിക്കപ്പെട്ടവരല്ല. അപ്പോൾ കൃപയാൽ രക്ഷിക്കപ്പെട്ട നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തത്വങ്ങളും അതിൻ്റെ നിയമങ്ങളും അനുസരിക്കുവാനായിട്ട് നിങ്ങൾ വീണ്ടും ന്യായപ്രമാണ വ്യവസ്ഥിതിയിലേക്ക് പോകുന്നുവെങ്കിൽ കൃപയിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾ അന്യപ്പെട്ടു പോയി, വീണുപോയി, അകന്നുപോയി എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ മോശയുടെ ന്യായപ്രമാണവും ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ചുരുക്കമായിട്ടേ പറഞ്ഞുള്ളൂ. എന്താണ്? മോശയുടെ ന്യായപ്രമാണം നമ്മളെ ഭാരപ്പെടുത്തുകയും അടിമപ്പെടുത്തുകയും നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തതല്ലാതെ നമുക്ക് ജീവൻ തരികയോ സ്വാതന്ത്ര്യം തരികയോ നമ്മളെ ജയാളികളാക്കുകയോ ചെയ്തില്ല. മറിച്ച് നമ്മളെ മരണം നമ്മുടെ മേലുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം അഥവാ പുതിയ നിയമം അഥവാ കൃപയുടെ പ്രമാണം, ആ പ്രമാണം നമ്മൾ എന്ത് ചെയ്തെന്ന് പറയോ, അടിമനുഖത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്ന് കൃപയിൽ നിർത്തുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുവാനുള്ള ആത്മാവിനെയും കൃപയെയും ക്രിസ്തു നൽകി എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തു നമുക്ക് നൽകിയത് ജീവനാണ്, ക്രിസ്തു നമുക്ക് നൽകിയത് മക്കൾ എന്ന പദവിയാണ്, ക്രിസ്തു നമുക്ക് നൽകിയത് അനുസരിക്കാനുള്ള ആത്മാവാണ്, ക്രിസ്തു നമുക്ക് നൽകിയത് സകലത്തിനും മതിയായ കൃപയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നമുക്ക് നൽകുന്ന ചില നന്മകൾ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു. മോശയുടെ ന്യായപ്രമാണം നൽകുന്ന ഒരു നന്മയും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് വീണ്ടും നിങ്ങൾ ന്യായപ്രമാണത്തിലേക്ക് പോകരുത്. യേശുക്രിസ്തു എമ്മൗസിലേക്ക് പോയവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും എന്നെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാക്കുവാനാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത്, അത് ഞാൻ നിവൃത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയിലും യേശുക്രിസ്തു നമുക്ക് നൽകിയ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിലും യേശുക്രിസ്തു നമുക്ക് നൽകിയ കൃപയിലും യേശുക്രിസ്തു നമുക്ക് നൽകിയ ആത്മാവിനാലും നാം ജീവിക്കണം എന്നുള്ളതാണ് വേദപുസ്തകം നൽകുന്ന ഉപദേശം അഥവാ പ്രബോധനം. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ന്യായപ്രമാണം എന്ന് പറയുന്ന മോശ വഴി നൽകിയ ഇസ്രായേൽ ജനത്തിന് മാത്രം നൽകിയ ആ പ്രമാണത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാണ്. ഇനിയും നമ്മൾ ആ ന്യായപ്രമാണത്തിൽ കിടന്ന് ഉരുണ്ട് കളിക്കാതെ ക്രിസ്തു നമുക്ക് നൽകിയ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണവും ക്രിസ്തുവിൻ്റെ കൃപയും ക്രിസ്തുവിൻ്റെ ആത്മാവിനെയും അനുസരിച്ച് നമ്മൾ നടക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ നിയമം എന്ന് പറയുന്നത് മോശയുടെ ന്യായപ്രമാണമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണമാണ്. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണമാണ് ക്രിസ്ത്യാനികൾക്ക് അഥവാ രക്ഷിക്കപ്പെട്ടവർക്ക് അഥവാ വിശ്വാസികൾക്ക് അഥവാ ദൈവമക്കൾക്ക് അടിസ്ഥാനപരമായ നിയമം. അപ്പോൾ അതുകൊണ്ട് ആ നിയമങ്ങളെ അനുസരിച്ച് ക്രിസ്തുവിൻ്റെ കൃപയാലും ആത്മാവിനാലും ജീവിക്കണമെന്നാണ് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമ പുസ്തകങ്ങളെ പരതി അതുകൊണ്ട് ജീവൻ പ്രാപിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതൊരു തെറ്റായ വിശ്വാസമാണ്, അന്ധമായ വിശ്വാസമാണ്. കാരണം പഴയ നിയമ തിരുവെഴുത്തുക്കളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് യേശുവിനെയാണ്. ആ യേശുവിലാണ് ജീവൻ ഇരിക്കുന്നത്, ആ യേശുവിലാണ് ആത്മാവുള്ളത്, ആ യേശുവിലാണ് കൃപയുള്ളത്. ആ യേശുക്രിസ്തുവിൻ്റെ നിയമമാണ് നമ്മുടെ അടിസ്ഥാനമായ പ്രമാണം. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മോശയുടെ ന്യായപ്രമാണം ഒരു ജാതിക്കും വേണ്ടി മാത്രം, അതായത് യഹൂദ ജാതിക്ക് വേണ്ടി മാത്രം നൽകിയതാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കൃപ, യേശുക്രിസ്തുവിൻ്റെ ആത്മാവ്, യേശുക്രിസ്തുവിൻ്റെ പ്രമാണം അത് സകല മാനവജാതിക്കും വേണ്ടി നൽകിയതാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയും
വീണ്ടും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിലേക്കും ജഡീകമായ ആചാരങ്ങളിലേക്കും ജഡീകമായ പ്രവൃത്തികളിലേക്കും പോവുകയല്ല വേണ്ടത്, മറിച്ച് സകല മാനവജാതിക്കും വേണ്ടി നൽകിയ കൃപയും ആത്മാവും പുതിയ നിയമവും, അതായത് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണവും അനുസരിച്ച് ഏതൊരു ദൈവവൈതലും ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.